സ്വാഗതം. ഞാൻ ഇന്നിവിടെ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും എല്ലാം ഉണ്ട്. ലെങ്തി ആയിട്ട് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളും ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 5, 10, 15, 20 എക്സ് എന്നീ അളവുകളുടെ ശരാശരി 18 തന്നിട്ടുണ്ടായാൽ എക്സിൻ്റെ വില എന്ത്? ശരാശരി കാണാനുള്ള ഫോർമുല എന്തുവാ? ശരാശരി സമം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആകെത്തുക, ആകെ അളവുകളുടെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ ശരാശരി 18 തന്നിട്ടുണ്ട്. അതായത് 5 പ്ലസ് എല്ലാം കൂടെ കൂട്ടുക, എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക ബൈ എണ്ണം 5 എണ്ണം സമം 18 തന്നിട്ടുണ്ട്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ വന്നാൽ 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20 പ്ലസ് എക്സ് സമം 18 ഗുണം 5. അതായത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടും. 50 പ്ലസ് എക്സ് 50 കിട്ടും. 50 പ്ലസ് എക്സ് സമം 18 ഗുണം 5 90. ഇവിടെ 50 എക്സും കൂടെ കൂട്ടിയാൽ 90. അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടും? ഈ 90 ഈ കൂടെ കിടക്കുന്ന 50 ഇപ്പുറത്ത് വരുമ്പോൾ ഈക്വൽ സൈഡിന് റൈറ്റ് സൈഡിൽ വരുമ്പോൾ -50 ആകും. +50 -50 ആകും. 90 - 50 40 ഉത്തരം. ഓപ്ഷൻ ഡി 40. ഇവിടെ ശരാശരി 18 തന്നിട്ടുണ്ട്. ശരാശരി കാണാനുള്ള ഫോർമുല ആകെത്തുക ബൈ എണ്ണം. ഇവിടെ ഇതിൻ്റെ എല്ലാം കൂടെ ആകെത്തുക 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ എത്ര? 5 എണ്ണമാണല്ലോ. 5 8 സമം 18 തന്നിട്ടുണ്ട് ശരാശരി. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20 പ്ലസ് എക്സ് സമം 18 ഗുണം 5. അതായത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടും. 50 പ്ലസ് എക്സ് സമം 18 ഗുണം 5 90. 18 ഗുണം 5 എത്രയാണ്? 90. 50 പ്ലസ് എക്സ് 90. അതായത് എക്സ് സമം 90. ഈ കൂടെ കിടക്കുന്ന 50 സമ ചിഹ്നത്തിന് വലതുവശത്ത് വരുമ്പോൾ പോസിറ്റീവ് 50 നെഗറ്റീവ് 50 ആകും. 50 90 - 50 40 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 7ൻ്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. സംഖ്യ ഇൻറ്റു n+1/2. ഇവിടെ സംഖ്യ ഏത് സംഖ്യയുടെയാണ് ചോദിക്കുന്നത്? 7ൻ്റെ. അപ്പോൾ ഇവിടെ സംഖ്യ 7. എത്ര എണ്ണം? എത്ര ഗുണിതങ്ങളുടെയാണ് ചോദിച്ചത്? ഗുണിതങ്ങളുടെ എണ്ണമാണ് 5. ഇവിടെ ഇൻറ്റു 7 സംഖ്യ ഗുണം n+1. അതായത് സംഖ്യ 7 ഇൻറ്റു n എത്ര? ഗുണിതങ്ങളുടെ എണ്ണം. 5 + 1/2 7 ഇൻറ്റു 6/2 7 ഇൻറ്റു 3 21 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 7ൻ്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫോർമുല ബൈ ഹാർട്ടാക്കുക. ഗുണിതങ്ങളുടെ ശരാശരി സംഖ്യ ഗുണം n+1/2. സംഖ്യ ഇവിടെ ഏതിൻ്റെയാണ് ചോദിച്ചാൽ സംഖ്യ 7ൻ്റെ. എത്ര ഗുണിതങ്ങളാണ് ചോദിച്ചത്? ഗുണിതങ്ങളുടെ എണ്ണം n, അതാണ് n 5. സംഖ്യ 7 n 5. ഗുണിതങ്ങളുടെ ശരാശരി സംഖ്യ ഗുണം n+1/2. അതായത് 7 ഇൻറ്റു 5 + 1/2 7 ഇൻറ്റു 6/2. എന്നിനും വില കൊടുക്കും, സംഖ്യയ്ക്കും വില കൊടുക്കും. 7 ഇൻറ്റു 6/2 7 ഇൻറ്റു 3 21. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 25 - 1 ഇൻറ്റു 25 - 2 ഇൻറ്റു 25 - 3 ഇൻറ്റു എക്സെട്രാ 25 - 50 ചോദിച്ചേക്കുന്നത്. ഒരു യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. 25 - 3 25 - 4 എക്സെട്രാ ഇടയ്ക്കൊരു ടേം വരും. 25 - 25 പിന്നെ 25 - 26 25 - 27 അങ്ങനെ 50 വരെ വരും. അപ്പോൾ 25 - 25 വരുമ്പോഴേ ആ ടേം വരുമ്പോഴേ നമുക്കിതങ്ങ് 0 ആയിപ്പോകും. ഗുണനഫലമല്ല ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം 0. അതായത് 25 - 1 ഇൻറ്റു 25 - 2 ഇൻറ്റു 25 - 3 എക്സെട്രാ 25 - 25 എന്നൊരു ടേം ഇടയ്ക്ക് വരും. അത് 0 ആണ്. അപ്പോൾ ഈ ഗുണനഫലം മൊത്തവും 0 ആയിപ്പോകും. ഇവിടെ ഒരു സൈക്കിളിനും സ്കൂട്ടറിനും കൂടി ആകെ തുക 27,000 രൂപ തന്നിട്ടുണ്ട്. സൈക്കിളിൻ്റെ തുകയുടെ 8 മടങ്ങാണ് സ്കൂട്ടറിൻ്റെ തുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കുന്നു. സൈക്കിളിൻ്റെ വില നമ്മൾ സൈക്കിളിൻ്റെ വിലയായിട്ടാണ് ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്കൂട്ടറിൻ്റെ വില എന്ത് വരും? 8 മടങ്ങായതുകൊണ്ട് സ്കൂട്ടറിൻ്റെ വില 8x.
സൈക്കിളിൻ്റെ വില ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് എന്ന് എടുക്കുന്നു. സ്കൂട്ടറിൻ്റെ വില ഇപ്പോൾ 8x 8 മടങ്ങായുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എത്ര തന്നിട്ടുണ്ട്? 27,000. 8x വിച്ച് ഇംപ്ലൈസ് 8x 1x കൂടെ കൂട്ടിയാൽ 8x 8x കൂടെ കൂട്ടിയാൽ 9xൻ്റെ വില 27,000. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന 9 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 3000 വരും. 9 ഇത് വെട്ടുമ്പോൾ 3000 വരും. എക്സിൻ്റെ വില, സൈക്കിളിൻ്റെ വില 3000. നമുക്ക് സ്കൂട്ടറിൻ്റെ വിലയാണ് കാണേണ്ടത്. സ്കൂട്ടറിൻ്റെ വില എത്ര വരും? സ്കൂട്ടറിൻ്റെ വില 8x ആണ്. അതായത് 8 ഗുണം 3000 സമം 24,000 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ എന്തിൻ്റെയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് എക്സ് എന്ന് എടുക്കുന്നത്. ഇവിടെ സൈക്കിളിൻ്റെ വിലയായിട്ടാണ് സ്കൂട്ടറിൻ്റെ വില ബന്ധപ്പെടുത്തി പറയുന്നത്. സൈക്കിളിൻ്റെ വില എക്സ്, സ്കൂട്ടറിൻ്റെ വില 8 മടങ്ങായതുകൊണ്ട് 8x. അപ്പോൾ രണ്ടും കൂടി 27,000 തന്നിട്ടുണ്ട്. അതായത് സൈക്കിളിൻ്റെ വില സ്കൂട്ടറിൻ്റെ വില എക്സും 8x കൂടെ കൂട്ടുന്നത് 27,000. എക്സ് 8x കൂടെ കൂട്ടുമ്പോൾ 9x 27,000. എക്സ് കാണാൻ 27,000 കൂടെ കിടക്കുന്ന 9 വെച്ച് ഹരിക്കുക. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3000 കിട്ടും. സൈക്കിളിൻ്റെ വില 3000. നമുക്ക് സ്കൂട്ടറിൻ്റെ വില കാണേണ്ടത്. അതായത് 8x 8 ഗുണം എക്സ്, എക്സിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു 3000. അപ്പോൾ 8 ഗുണം 3000 8x. സ്കൂട്ടറിൻ്റെ വില 8x, എക്സിൻ്റെ വില നമ്മൾ 3000 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 8 ഗുണം 3000 സമം 24,000. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്ന ഒന്നാണ്. 5^01 1/2^01 a^01. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ 4^0 എന്ന് പറയാൻ 1 ആണ്. -4 × 1/4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1^2/4². അതായത് 1 - 4 × 1/16. ഈ 4 വെട്ടാം. അതായത് 1 - 4/1. ഇത് 4/1 എന്ന് പറയുന്നത് കാലാണെന്ന് അറിയാവുന്നവർക്ക് അത് 3/4 എന്ന് എഴുതാം. ഉത്തരം 4/3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു രീതിയിലും ചെയ്യാം. 1-ന് പകരം നമുക്ക് 4/4 എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് -1/4. ഇങ്ങനെ ഭിന്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ ക്രിയേറ്റ് ചെയ്താൽ മതി. 4 - 1/4 സമം 3/4. ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 4^0 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു -4 × 1/4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1^2/4². അതായത് 4 × 1/16. ഇത് കട്ട് ചെയ്യുമ്പോൾ 1/4 കിട്ടും. 1 - 1/4. 1-ൽ നിന്ന് 4 പോയാൽ 3/4 അറിയാവുന്നവർക്ക് ഈ സ്റ്റെപ്പിൽ ഇവിടെ നിർത്താം. 3/4 3/4. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അല്ലാത്തവർ 1 - 4/1. ഈ 1-ന് പകരം നമുക്ക് 4/4 എന്ന് എഴുതാം. അതായത് ഛേദം ഒരുപോലെ ആയിട്ട് വെറുതെ ക്രിയേറ്റ് ചെയ്താൽ മതി. മുകളിൽ 4 - 1/4 3/4 അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1-ൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം 3-ന്റെ പവറാക്കി എഴുതാം. അതായത് ഇതിനെ നമുക്ക് 3² എന്ന് എഴുതാം. 9-നെ നമുക്ക് 3² എന്ന് എഴുതാം. 81-നെ നമുക്ക് 81 എന്ന് പറഞ്ഞാൽ 9 ഗുണം 9. അതായത് 3² × 3². 3^4 എന്ന് എഴുതാം. 9 ഗുണം 9 3 × 3 × 3 × 3 ദ ഹോൾ റൈസ് ടു എക്സ്. 81-ന് പകരം 3^4 എന്ന് എഴുതി. = 1/ ഇതിനെ നമുക്ക് 27 എന്ന് പറയുന്നത് 3³ ആണ്. 3 ഗുണം 3 ഗുണം 3. അതായത് 3³ ദ ഹോൾ റൈസ് ടു x - 3. ഇനി a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m × n. കൃത്യങ്ക നിയമം. a⁻m × a⁻n a⁻m+n. a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് പറയാം a⁻m × n. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ എങ്ങനെ എഴുതാം? 3² × 3⁴ x. അതായത് 3⁴x എന്ന് എഴുതാം. a⁻m ദ ഹോൾ റൈസ് ടു n കൃത്യങ്ക നിയമം അനുസരിച്ച് a⁻m × n 3⁴x എന്ന് എഴുതാം. സമം 1/3 ഇതുപോലെ a⁻m × a⁻n a⁻m ദ ഹോൾ റൈസ് ടു n a⁻m × n 3 × x - 3. ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3² × 3⁴x × 3⁴ x - 3 = 1. അതായത് ഇവിടെ a⁻m × a⁻n × a⁻o എന്ന് പറഞ്ഞാൽ ഈ ബേസ് എല്ലാം തുല്യമായതുകൊണ്ട് അത് നമുക്ക് m+n+o എന്ന് എഴുതാം. a⁻m+n+o എന്ന് എഴുതാം. a⁻m × a⁻n × a⁻o എന്ന് പറഞ്ഞാൽ a⁻m+n+o. ഇവിടെ ബേസ് എല്ലാം തുല്യമായതുകൊണ്ട് അങ്ങനെ എഴുതാം. 3⁴x + 3 × x - 3 = 1.
1 എന്ന് പറയാൻ നമുക്ക് അതിന് ഇനീക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അവിടെ 3യുടെ പവറാക്കി എഴുതാം. 3 റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമായിരിക്കും. അതായത് ഒരു കൃത്യങ്ക നിയമമാണ്. ഇവിടെ രണ്ടിടത്തും 3 ആണ് ബേസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 4x, ഇനി 3 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കണം, + 3x - 9 = 1. അതായത് ഒരു പോസിറ്റീവ് 2 ഒരു നെഗറ്റീവ് 9 നെഗറ്റീവ് ഇതുകൊണ്ട്. അപ്പോൾ 4x-ഉം 3x കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7x. ഇനി ഒരു +2-ഉം -9 ആകുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടും. അതായത് 9-ന് 2 പോകെ 7, വലിയ സംഖ്യ 9ൻ്റെ ചിഹ്നം -7 = 0. ഈ പവേഴ്സ് ഈക്വേറ്റ് ചെയ്യുന്നത് 2 + 4x + 3x - 9 = 0. 7x - 7 = 0. 7x = 0 + 7. ഇതിനിപ്പുറം വരുമ്പോൾ 7x = 7. അതായത് x = 7/7 = 1 കിട്ടും. ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരിക്കൽ കൂടെ പറയാം. ഇതിനെ എല്ലാം അങ്ങ് 3ൻ്റെ പവറാക്കി എഴുതുന്നു. ഈ 9-ന് പകരം 3² എന്ന് എഴുതുന്നു. ഇത് 3⁴ ആണ്. 9 × 9 (x = 1/ ഇവിടെ 27 ചോദ്യം. 3³ 27-ന് പകരം x - 3. അതായത് 3² × 3 (Am) (Am) 4 × x = 1/3 × x - 3 (Am) ദാറ്റ് ഈസ് 3² × 3⁴x. ഇതിങ്ങനെ ഇങ്ങോട്ടങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. × 3⁻³ x - 3 = 1. ഈ 1-ന് പകരം നമുക്ക് 3⁻0. ഇതിൻ്റെ പവർ ഒരുപോലെ ആയാൽ കൃത്യങ്ക നിയമം വെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ Am × An × A⁻O. ഇതിവിടെ ബേസ് എല്ലാം തുല്യമായതുകൊണ്ട് നമുക്ക് Am + n + 1 എഴുതാം. അതെല്ലാം കൂട്ടി എഴുതാം. + 3 × x - 3 = 3⁻0. ഇവിടെ 3⁻2 ഇവിടെ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് കൃത്യങ്ക നിയമം അനുസരിച്ച് ഈ പവേഴ്സും തുല്യമായിരിക്കും. 2 + 4x 3 × x + 3x + 3 × -3 -9 = 0. ഇവിടെ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് പവേഴ്സ് തുല്യമായിരിക്കും. അതായത് ഇവിടെ 4x-ഉം 3x കൂടെ കൂട്ടിയാൽ 7x. ഇവിടെ +2 -7 -9 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം. 9-ന് 2 പോകെ 7, വലുതിൻ്റെ ചിഹ്നം -7. 7x - 7 = 0. 7x - 7 = 0. അപ്പോൾ 7x = 0 + 7. അതായത് 7x = 7. അപ്പോൾ എക്സിൻ്റെ വില 7/7 1 വരും. ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ അതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്